ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കടച്ചക്ക വെച്ചിട്ടൊരു തീയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടച്ചക്ക വെച്ചിട്ട് നമുക്ക് പല കറികളും ഉണ്ടാക്കാം കേട്ടോ. തോരൻ വയ്ക്കാം, തീയിൽ വയ്ക്കാം, ഇറച്ചി വയ്ക്കണ പോലെ വയ്ക്കാം. അപ്പോൾ അതിന് ഒരു കടച്ചക്കയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കടച്ചക്ക കേട്ടോ, നല്ല വിളഞ്ഞ കടച്ചക്കയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കൂഞ്ഞിലെന്ന് പറഞ്ഞ സാധനം ഇതാട്ടോ, അതങ്ങ് ചെത്തിക്കളയാം, അല്ലെങ്കിൽ അത് ശരിക്കും വേവില്ല. എന്നിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ പതുക്കത്തി നല്ല നൈസായിട്ടുള്ള തൊലിയാണ് കണ്ടോ, പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് നേരിതായിട്ട് തീയിലിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുറിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ കൂഞ്ഞിലുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്ത്. ഇതിനധികം വേവൊന്നുമില്ല. ഞാൻ കുക്കറിലല്ല വേവിച്ചേക്കുന്നത്, ഉരുളിയിലാണ് വേവിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പ്, മഞ്ഞൾ, വെള്ളമൊക്കെ ഒഴിച്ച് അതിനാവശ്യമനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വേവിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ളൂ കടച്ചക്ക തീയലാണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. കടച്ചക്കയ്ക്ക് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ അങ്ങ് വെന്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് ഒഴിച്ച് തിളച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചേക്കുന്ന നാളികേരം, അതായത് നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി അരച്ച് വെച്ചതാണ്, വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. തീയെല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ. ലേശം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അതൊഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല കേട്ടോ. കടച്ചക്ക വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇത് നമ്മൾ ഇങ്ങനെ പാകത്തിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഇന്ന് ഒരു തീയൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കടച്ചക്കയും ചക്കക്കുരുവൊക്കെ കൂടി വറുത്തരിച്ചൊരു ഇറച്ചിക്കറി പോലെ വയ്ക്കും. അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരതൊക്കെ ഒന്ന് കാണണം കേട്ടോ. കറി റെഡിയായി വന്നിട്ടുണ്ട്, കടച്ചക്ക തീയൽ. ഇനി അതിനകത്തേക്ക് വറുത്തിടണം. വെളിച്ചെണ്ണയിൽ കടുക്, മുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തിടണം. പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ, നന്നായിട്ടുണ്ട്. കടച്ചക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്തോളൂ, ഫോളോ ഒക്കെ ചെയ്തോളൂ. ഇതിന് ഇതിന് മുമ്പിട്ട വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റാറും കൂടി കിട്ടേണ്ട ആവശ്യമുണ്ട്. പറ്റുവാണെങ്കിൽ അതും കൂടി ഒന്ന് എനിക്ക് ചെയ്തു തരണം കേട്ടോ. എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണണം, ഇഷ്ടപ്പെട്ടത് മാത്രം കാണണം. ഞാൻ ഒത്തിരി കൂടുതലും ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.